പേടിപ്പെടുത്തുന്ന സ്വപ്നം കണ്ടാൽ ഒരു കാരണവശാലും ഒരാളോടും മിണ്ടരുത്, പറയാൻ പാടില്ല. നമ്മൾ നേരെ മറിച്ചാ, പെട്ടെന്ന് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവോ മക്കളോ എണീറ്റുകൊണ്ടിരിക്കും, വിയർത്ത് കുളിച്ച് വെള്ളം വേണം ബേജാറായി പെട്ട് തലോടിയിട്ട് ചോദിക്കുക എന്തേണ്ടായി, അങ്ങനെ പേടിപ്പെടുത്തുന്ന സ്വപ്നം കണ്ടു. അതെ, നാം ഉണ്ടണ്ട, ഓനുറങ്ങിക്കോ. അങ്ങനെയാണ് ഒരു നല്ല രക്ഷിതാവ് പറയേണ്ടത്. ഇതിങ്ങനെ ചുഴിഞ്ഞു ചോദിക്കുക എന്തേ മോനെ കണ്ടത്, എന്തേ മോളെ കണ്ടത്, അങ്ങനെ അവനെ കൊണ്ടിട്ട് പറയിപ്പിക്കും. അള്ളാഹിൻ്റെ റസൂൽ പറയണേ, നിങ്ങളിൽ ഒരാൾ വെറുക്കപ്പെടുന്നൊരു സ്വപ്നം കണ്ടാൽ മിണ്ടരുത്, മിണ്ടാതിരുന്നാൽ മതി, അതിൻ്റെ ഒരു ദൂഷ്യവശവും നിങ്ങളെ ബാധിക്കില്ല. അതുകൊണ്ട് പേടിയാകുന്ന സ്വപ്നം കണ്ടാൽ ആരോടും പറയരുത്. അതിന് ചില മര്യാദ ഉണ്ട്. ആരോടും പറയാൻ പറ്റൂല, അള്ളാഹിനോട് പറയണം. അള്ളാഹിനോട് പറയണം, റബ്ബേ ഞാൻ ഇപ്പം കണ്ടിട്ടുള്ള ഈ സ്വപ്നത്തിൻ്റെ ഷെറിൽ നിന്ന് നീ എന്നെ കാവിൽ തരണം, എന്നെ കാത്തു രക്ഷിക്കണം എന്നുള്ള മര്യാദകളൊക്കെ പഠിപ്പിച്ചു. ഇടതുഭാഗത്തേക്ക് പൈശാചികമായിട്ട് മനുഷ്യനെ ഭീതിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണിക്കുന്ന പൈശാചികമായ ശക്തിക്കെതിരെ പ്രതീകാത്മകമായി ഇടതുഭാഗത്തേക്ക് തുപ്പാൻ കണ്ടോ, ശൈത്താനോടുള്ള വെറുപ്പ് പ്രകടിപ്പിക്കുന്നു. കിടക്കുന്ന പൊസിഷനൊന്ന് മാറിക്കിടക്കുന്നു, കരണ വെച്ച ഭാഗത്ത് ഒന്നങ്ങോട്ട് തിരിഞ്ഞു, അല്ലെ ഇപ്പം എങ്ങനെ ആദ്യം കിടന്നിന്ന് ആ പൊസിഷനൊന്ന് മാറിയിട്ടൊന്ന് കിടക്കുന്നു, ആരോടും പറയാതിരിക്കുന്നു, അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു. അതൊക്കെയാണ് ദുസ്വപ്നം കാണുമ്പോൾ